ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. ഓപ്ഷൻസിൽ വരുന്ന ബിഗിനേഴ്സിന് മെയിൻ ആയിട്ടുള്ള കൺഫ്യൂഷൻ പ്രോപ്പറായിട്ടും എൻട്രിയും എക്സിറ്റും, മാർക്കറ്റ് എങ്ങോട്ടാണ് തിരിയുന്നത്, നമുക്ക് രാവിലെ കോൾ എടുക്കണോ പുട്ടെടുക്കണോ, നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ കോൾ എടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിഫ്റ്റി അപ് ട്രെൻഡാണ് പോകുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു സഡൻ ഹൈക്ക് അല്ലെ ഡൗൺ അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് പോകുന്ന സാഹചര്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 14th ഫെബ്രുവരിയിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം ചെറുതായിട്ട് മാർക്കറ്റിന് അപ്പം തിരിയാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് പെട്ടെന്നൊരു സഡൻ ഫോള് നമുക്കൊരു അപ്രോക്സിമേറ്റ് 10:40 ശേഷം വരികയാണ് ചെയ്തത്. അത് നല്ലൊരു ഡൗൺ പോയിട്ടുണ്ടായിരുന്നു, നല്ലൊരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് 123,000 പുട്ട് ഓപ്ഷൻ നമ്മൾ 122, 142 വരെ പോയി 120 പോയിന്റ്സോളം പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി, പക്ഷേ സോഫ്റ്റ്വെയർ അവിടെ ഒരു സെൽ പൊസിഷൻ പറയുന്നില്ല. അത് നമുക്ക് 227 വരെയൊക്കെ നമുക്ക് ഇറങ്ങി ഇപ്പം തിരിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ട് തിരിച്ച് കയറാൻ നോക്കുന്നു. അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞ പോലെ അടുത്ത ട്രേഡ് ഇപ്പോൾ ഇവിടെ വേണം നമുക്കിപ്പോൾ ഇവിടെ ഒരു പൊസിഷൻ എടുക്കാവുന്നു. ഇപ്പം 129 നമ്മൾ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ നെക്സ്റ്റ് ട്രേഡ് എവിടെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല എന്നർത്ഥം. അപ്പോൾ അതിന് അടുത്തത് മാർക്കറ്റ് പിന്നെയും മേളിലേക്ക് പോകണം, ഇവിടെ റീ എൻട്രി സജഷൻ ആയിട്ട് കാണിച്ചു തരികയും ചെയ്യും. റീ എൻട്രി കാണിച്ചില്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂവേഷൻ മാർക്കിൽ ബാക്ക് ട്രേഡ് നോക്കി അടുത്ത ട്രേഡ് നമുക്ക് എടുക്കാനും പറ്റും. നമുക്ക് നമ്മുടെ ടാർഗറ്റ് അനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ സിഗ്നൽ വന്നാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ ടാർഗറ്റ് താഴെ ഉണ്ടാകും. ഇവിടെ 123 വന്ന് 135, 45, 55 വരെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പക്ഷേ ഗ്യാപ്പിൽ കയറി ഓപ്പറേഷൻ തിരിച്ച് കുറച്ച് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെയാണ് പ്രോപ്പർ എൻട്രി വന്നത്, അവിടെയാണ് നമ്മൾ പിടിക്കാൻ പറ്റിയത്. അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറിയത്. അപ്പോൾ അവിടെ നല്ലൊരു പോയിന്റ് 120 പോയിന്റ്സോളം നമുക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ എൻട്രി എടുത്ത് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ബാക്ക് ട്രേഡ് നോക്കി അടുത്ത ട്രേഡ് നമുക്ക് എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ സിമ്പിളാണ്. പിന്നെ നിഫ്റ്റിയുടെ മോർണിംഗ് ലൈവ് കാണിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 2 സിഗ്നൽ വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ലേറ്റസ്റ്റ് വേർഷൻ 8.1 സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിന് 8 കൂടാതെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്ക് വയ്ക്കാം. ഇപ്പോൾ കാണിക്കുന്ന ബാർ ചാർട്ടാണ്. അപ്പോൾ ഈ ബാർ ചാർട്ടിലാണ് നമ്മൾ ഇതിനകത്ത് ഫേക്ക്, അതായത് ഇതിനകത്ത് നമ്മൾ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ കറക്റ്റായിട്ട് തിരിച്ചറിയുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ്ട്രാ കളർ ഇപ്പോൾ ഒരു അപ്ട്രെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫേക്ക് ആയിട്ട് തിരിയാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്നൊരു കൺഫർമേഷൻ ലെവൽ നമുക്ക് തരത്തില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബൈ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ വന്ന ശേഷം നമുക്ക് കൺഫർമേഷൻ ലെവൽ താഴെ ഇന്നലെ തൊട്ട് നമുക്ക് സെല്ല് തന്നെയാണ് കാണിച്ചിരുന്നത്. അവിടെ ഒരു ബൈ ട്രേഡ് ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ലെവൽ, അതായത് നമുക്ക് ഇന്നലത്തെ സിഗ്നൽ നോക്കി മോർണിംഗിൽ ഗ്രീൻ വന്ന സമയത്ത് ബൈ വന്ന സമയത്ത് അവിടെ ഗ്രീനുമായിട്ട് മാച്ച് ആയ റെസിസ്റ്റൻസ് അപ്പം തന്നെ കട്ട് ചെയ്ത്. ഇന്നത് കൺഫേം ആയിട്ടില്ല, അപ്പോൾ അവിടെ ട്രേഡ് ഇല്ല. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കണ്ട. പക്ഷേ സെല്ല് വന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി സെല്ലായ സ്ഥിതിക്ക് അവിടെ സിഗ്നൽ വരുമ്പോഴേ എടുക്കാം. അപ്പോൾ സിഗ്നൽ വന്നില്ലെങ്കിൽ നമുക്ക് അത് താഴ്ത്തിറങ്ങാൻ ചാൻസ്, സപ്പോർട്ട് കട്ട് ചെയ്യാൻ അവിടെ ഡൗൺ ആണെന്ന് നമുക്ക് ഷുവറാണ്. അപ്പോൾ അവിടെ ധൈര്യമായിട്ട് കയറി എടുക്കാം. അപ്പം സിഗ്നൽ വന്നത് 22,948 അവിടുന്ന് ടാർഗറ്റ് 3 തന്നിട്ടുണ്ട്. 40 പോയിന്റ് 3 ടാർഗറ്റ്. ഇതിൽ 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ രണ്ടാമത് പിന്നെയും തിരിയുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ആ എടുത്ത ഇപ്പോൾ 229 അവിടെ എടുത്ത പൊട്ടിപ്പോൾ കണ്ടോ 53 വരെ ഇപ്പോൾ കയറി. ഇപ്പോൾ വന്ന പോർഷനാണ്. ഇപ്പോൾ നമ്മൾ ആ തിരിഞ്ഞ പോർഷനിൽ നിന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും 10-20 പോയിന്റ് ഇപ്പോഴും കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് നമുക്ക് ഇങ്ങനെയാണ് പിടിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് ഇപ്പോൾ 210 വരെ ഇറങ്ങിയിട്ടാണ് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമത്തെ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞ പോലെ അടുത്ത ട്രേഡ് ഇവിടെ എടുക്കുന്നത് സോഫ്റ്റ്വെയറിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ റീ എൻട്രി തന്നില്ലെങ്കിൽ നമുക്ക് ആ തിരിഞ്ഞിറങ്ങുന്ന പോർഷനിൽ നമുക്ക് അടുത്ത ട്രേഡ്, കാരണം ഇവിടെ ഒരു സോഫ്റ്റ്വെയർ പറയുന്നത് ഇവിടെ ഒരു സെൽ ട്രേഡ് ഇല്ല, അതായത് തിരിഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ. കാരണം സെല്ലാണെങ്കിൽ നമുക്കവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ നമുക്കവിടെ റെഡ് കാണിക്കാത്ത സ്ഥിതിക്ക് അവിടുന്ന് തിരിഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷുവറായിട്ട് മാർക്കറ്റ് അപ്പിലേക്ക് കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. അപ്പോൾ ആ ഇറക്കത്തിൽ കയറി നമുക്ക് അവിടുന്ന് പിടിക്കാം, അവിടുന്ന് അടുത്ത ട്രേഡ്. പിന്നെ നമുക്ക് അതിനനുസരിച്ച് നമുക്കൊരു 20 or 30 നമുക്ക് എത്ര നമുക്ക് പ്രോഫിറ്റ് വേണ്ട അതിനനുസരിച്ച് എടുത്തു പോവാം. അപ്പോൾ ഇത് ഗ്രീൻ തന്നെയാണ്, അത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അത് ആ ട്രെൻഡ് ലൈൻ ഇനി അടുത്ത് തിരിച്ചിറങ്ങുന്നവരെ അവിടെ വേണേൽ ആ പോർഷൻ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലൈവ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകും സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കയറി പോകുന്ന പോർഷൻ ഒറ്റ കയറ്റമാണ്. അത് നമുക്ക് ആ ട്രെൻഡ് ലൈൻ തിരിച്ചിറങ്ങുന്ന ഒരു ആ പോർഷൻ ഹോൾഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.